ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് അധികമായതുകൊണ്ടും വളരെ കുറവായി ലൈറ്റുകൾ കത്തുന്നതുകൊണ്ടും ഇത് കാണുവാൻ മിന്നാമിനിങ്ങിനെ പോലെ തന്നെ ഉണ്ട്. ശരിക്കും ഇത് പറയാനുള്ള കാരണം അതുപോലെ ഒരു മനോഹരമായ പ്രേമകഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങളും അത് സമ്മതിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, തീരുമാനം നിങ്ങളുടേതാണ്. നമുക്കപ്പോൾ കഥ തുടങ്ങാം. സുന്ദരിയായ ഒരു പെൺകുട്ടി ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഏതൊരു ആൺകുട്ടിയും നിഷേധിക്കുമോ? പക്ഷെ ഒരുത്തൻ നിഷേധിച്ചു. അവനാണ് ഇവൻ. പേര് മനോഹരൻ. ഇവൻ്റെ ജോലി സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. ഇവനും ആള് സോഫ്റ്റാണ്. ആള് കാണാൻ നല്ല സ്റ്റൈലാണെങ്കിലും സ്ത്രീകളെന്ന് കേട്ടാൽ ഇവന് ഭയങ്കര പേടിയാണ്. നിങ്ങൾക്ക് അതിശയം തോന്നുന്നോ? ആ ഭാഗത്തേക്ക് ഇവനൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. മനു, ആഹാരം കഴിക്കാൻ വാ. ഇവരുടെ ശബ്ദം കേട്ട് ഇവരൊരു ദുഷ്ടത്തെയാണെന്ന് നിങ്ങളാരും കരുതരുത്. പേരക്കുട്ടിയോടുള്ള അമിതമായ സ്നേഹമാണ് ഈ ശബ്ദ ഉയർച്ചയ്ക്ക് കാരണം. ഈ അമ്മയുടെ സ്വന്തമാണ് ഇവൻ. വരുന്നു മുത്തശ്ശി. പക്ഷെ മനോഹരന് വേറെ ഒരുത്തനും കൂടി ഉണ്ട്, തൻ്റെ ആത്മസുഹൃത്ത്. അവനിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഇത് കണ്ടോ? ഇവനാണ് രവി. ബിൽഡിംഗ് സൂപ്പർവൈസറായിട്ടാണ് ജോലി നോക്കുന്നത്. ഇവൻ ശിവൻ, പെയിന്ററാണ്. ഇത് ശ്രീകുമാർ, ഓട്ടോ ഡ്രൈവർ. ഇവൻ സുരേഷ്, ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. ഇവരുടെ ഗ്രൂപ്പിൽ ഒരാളും കൂടി ഉണ്ട്, പേര് കമ്മത്ത്, കമ്പൗണ്ടറാണേ. എപ്പോഴും നാട്ടിൽ പോകുന്നതാണ് ഇവൻ്റെ ഹോബി. ഈ സെറ്റപ്പൊക്കെ കാണുമ്പോൾ അല്പം തരികട ടീമാണെന്ന് തോന്നിയാലും ഇവരെല്ലാവർക്കും നല്ലൊരു മനസ്സുണ്ട്. പറയാൻ കാരണമുണ്ട്. എവിടെ അനാഥ ശവം കണ്ടാലും അന്തിമ കർമ്മങ്ങൾ ഇവർ തന്നെ ചെയ്തിരിക്കും. അത്രയ്ക്കും നല്ലവരാ. ഇവന് നല്ലോണം തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നു. വീടടാ. എന്നിട്ടും വേറൊന്നും കൂടി വേണമെന്നല്ലേ പറയുന്നത്? വീട് അവൻ കുടിച്ചോട്ടെ. എന്നാ പിന്നെ ഇനി 4 കാലിലായിരിക്കും. അളിയോയ്, എന്തു ആടായി കാണുന്നേ? മുഖം മൂടിയല്ലേ പെൺകുട്ടികൾ ബീർ മേടിക്കാൻ വന്നിരിക്കുന്നത്. ഈ നാട് നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒന്നും മിണ്ടാതിരുന്ന് കുടിക്കടാ. ഞാൻ പറഞ്ഞതല്ലേ, ഇത് ലവ് ഒന്നല്ല, വെറും അട്രാക്ഷൻ ആണെന്ന്. ജെന്യൂൻ ലവ് ആണെങ്കിൽ എത്ര റിസ്ക് എടുത്താലും ഞാൻ സഹായിക്കും. ഒരു പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നേ പ്ലീസ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഈ ലാൻഡ് രജിസ്ട്രേഷൻ കാര്യമായിട്ട് മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ വിചാരിക്കുന്ന പോലെ ആ രാജേഷ് നല്ല മനുഷ്യനൊന്നുമല്ല. ആ കള്ളുകുടിയുടെ ഒപ്പം ലൈഫ് മുഴുവൻ ലീഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യ. എന്നാ ശരി, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. ബൈ. എന്താ ചേട്ടാ അങ്ങനെ നോക്കുന്നേ? സ്കൂട്ടറിൽ പോയ ആ സുന്ദരി ഒന്ന് നോക്കിപ്പോയതാടോ. നീ എവിടെയാ? ബിസിയാണോ? ആ അതെ, കുറച്ച് ബിസിയാണ്. രാവിലെ വീട്ടിലേക്ക് വരുമോ? എടാ, കല്യാണം കഴിക്കെന്ന് പറഞ്ഞ് മുത്തശ്ശി നിർബന്ധിക്കുക. ഈ പ്രായത്തിൽ അവര് കല്യാണം കഴിച്ചാൽ ശരിയാവില്ലെന്നേ. എന്ത് നല്ലതല്ലെന്നാ പറഞ്ഞത്? വിവാഹകാര്യം പറയുമായിരുന്നു. വിവാഹം കഴിച്ചോന്ന് പറയാതെ അത് നല്ലതല്ലെന്ന് പറയുന്നോടാ. ഓ, ഇവനായിരുന്നോ? അതങ്ങ് ചെയ്താ പോരടാ. എന്ത് കല്യാണം കഴിക്കാനോ? എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ? നീ ആള് ശരിയല്ലല്ലോ. ഇവൻ ശരിയല്ലെന്ന് നീ എങ്ങനെ പറയുന്നേ? ഇവൻ എന്റെ പേരക്കുട്ടിയല്ലേ. അവന്റെ മുത്തച്ഛനെ പോലെ തന്നെ മിടുക്കനാ, എന്റെ ചക്കര കുട്ടനാ. എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നത്? ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ എന്ത് ശല്യം ചെയ്തെന്നാ നീ പറയുന്നേ? മുത്തശ്ശി അല്ല പറഞ്ഞത്. മുത്തശ്ശി ഒന്ന് പോയേ. ഇപ്പോഴത്തെ കാലത്തുള്ള പിള്ളേരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ, ആരാ? നിങ്ങളൊപ്പം ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാധവി. നല്ല ആൾക്കാരുമായി ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊപ്പം ചാറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ഹോപ്പ് യു ചാറ്റ് വിത്ത് മീ. ആരാടാ ഫോൺ ചെയ്തത്? അവളാടാ. ചാറ്റ് ചെയ്യാൻ പറയുവോ?
ചാറ്റിംഗ് അല്ലേ, ഡേറ്റിംഗ് ഒന്നും അല്ലല്ലോ. കണ്ടിന്യൂ ചെയ്യടാ. ഇങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിച്ച പേടി മാറൂന്ന്. ഒന്ന് നിക്കടാ. മിണ്ടാതിരിക്കാൻ. ശരിയടാ, കാലക്ക്. ബൈ. നിങ്ങളോടൊപ്പം ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാധവി. നല്ല ആൾക്കാരുമായി ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ചാറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ഹോപ്പ് യു ചാറ്റ് വിത്ത് മീ. എന്താടാ ആ പെണ്ണിനോടൊപ്പം കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? നീ കരുതുന്ന പോലെ ഒന്നുമില്ല, വെറും ഫ്രണ്ട്സാ. അവള് നല്ല പെണ്ണാ. നിന്റെ വലയിൽ അവള് വീണോ? ഞാൻ പറഞ്ഞില്ലേ. എന്നാലും അത് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. പുതിയ പടം റിലീസായിട്ടുണ്ട്, നമുക്ക് വൈകുന്നേരം വിട്ടാലോ? ഓക്കെ. ചേട്ടോ, വേഗം അതൊക്കെ ക്ലിയർ ചെയ്യ്. നമ്മുടെ ബോസ് എങ്ങനെയാണെന്ന് അറിയാലോ. അയ്യോ, പതുക്കെ എഴുന്നേൽക്കും. പതുക്കെ. ഒരു മിനിറ്റ്. അയ്യോ, എന്താ ഇത്ര ചോര വരുന്നുണ്ടല്ലോ. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത്. നമസ്കാരം മുതലാളി. പണി നോക്കടേ. ആ നായര് കാശ് തിരിച്ചു തന്നാ? 2 ദിവസത്തിൽ തരാന്ന് പറഞ്ഞു. എന്താ അത്ര വഴുകാൻ കാരണം? അവന്റെ മോൾക്ക് വയ്യെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. 2 ദിവസമായിട്ട് അവിടെയാണുള്ളത്. അതൊക്കെ നമ്മൾ എന്തിനാണോ പറയണേ? മരിക്കുന്നവൻ മരിക്കട്ടെ, ജീവിക്കുന്നവൻ ജീവിക്കട്ടെ. നമ്മളെ സഹതാപം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തു പറയുന്നു? ഒരു കാര്യം ചെയ്യ്, നായരത്തിന് എത്രയും പെട്ടെന്ന് കാശ് പഠിക്കാൻ നോക്ക്. പറഞ്ഞത് മനസ്സിലായ? കയ്യിനെന്ത് പറ്റി? ബൈക്കിൽ സ്കിഡായെന്ന്. ഓ, ചെറുപ്പാണല്ലോ, അങ്ങനെയൊക്കെ സംഭവിക്കും. ഒന്ന് ഷോ കാണിച്ചിട്ടുണ്ടാവും, അതാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. പോയി ചെന്ന് പണി നോക്കടാ. ചെല്ല് ചെല്ല്. എന്താ റാണി, കുറച്ചു ദിവസമായിട്ട് ബോസ് തന്നെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്താന്ന് വെച്ചാ പറ.
ഇനി എന്നെ എങ്ങാനും നീ അങ്ങ് മറക്കുവോ? ഒന്ന് വെറുതെ ഇരിക്കണ്ട മേസ്ത്രി, അയാൾക്ക് വേറെ വല്ല പണി വേണ്ടേ? സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ആരും കാണുന്നില്ലല്ലോ. ഞാൻ രാവിലെ മുതൽ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ആയിക്കോട്ടെ. ആരാ? ഫോൺ വന്നതുകൊണ്ട് തൽക്കാലം നീ എൻ്റെ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടാവും. ശരി, എന്നാ ഞാൻ പോട്ടെ. ഓക്കെ, പിന്നെ കാണാം. ഓക്കെ. അയാളൊരു പോകേസാ. എനിക്കും കുറച്ച് തന്നൂടേടി റാണി. ദേ മേസ്ത്രി, രവി വന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് ജോലി വെക്ക്. അല്ല, അയാളെ പേടിക്കേണ്ട കാര്യം എന്തുവാ? ഇപ്പൊ കണ്ടോ അവൻ എങ്ങനെ ടെൻഷൻ അടിക്കാൻ പോകുന്നു. അല്ല, നിന്റെ പണിയൊക്കെ പോയെന്ന് കേട്ടല്ലോ. അല്ല, നിന്റെ ബോസ് നിന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടു എന്ന് കേട്ടല്ലോ. ഇവിടെ ഉള്ളവന്മാര് പറയുന്നത് ഞാൻ കേട്ടതാ. എങ്ങനെയുണ്ട് റാണി എന്റെ പ്രയോഗം? ഓ, അത് വിട്ടേക്ക് മേസ്ത്രി. നമ്മുടെ കളക്ടർ ജോലിയൊന്നും അല്ലല്ലോ. എൻ്റെ കാര്യം നിങ്ങൾക്ക് എന്തിനാ മേസ്ത്രി? നീ സ്വന്തം ജോലി വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിപ്പോ എല്ലാരും അറിഞ്ഞല്ലോ. ആഹാ, സംഭവം എന്താണെന്നറിയോ? നമ്മുടെ താര ബോസുമായിട്ട് ലിങ്കായെന്ന് നമ്മുടെ ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടു. മേസ്ത്രി ഒന്ന് നോക്കിയേ, ഇത് നേരാണെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞേനെ. അത് എഴുന്നേറ്റെ, നിനക്കിപ്പോ സുഖം കുറച്ച് കൂടിപ്പോയി. വേഗം ആ ചട്ടി എടുത്തിട്ടേ മണ്ണെടുത്തോണ്ട് വാ, ചെല്ലേ. യവക്കൊക്കെ അഹങ്കാരം കൂടിപ്പോയി. അവളെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ലടാ. ജീൻസ് ഇട്ടിരിക്കുന്ന പെണ്ണിനെ കണ്ടാൽ ജീൻസ് ഇടുമ്പോ അവൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അതുപോലെ സ്കേർട്ട് ഇട്ടിട്ടുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ സ്കേർട്ടിൽ അവൾ എന്ത് മനോഹരമായിരിക്കും തോന്നുന്നു. ഞാൻ എങ്ങനെയാ അവളെ മറക്കുന്നത്? അളിയോ, സോറി അളിയാ, നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിലേ നമ്മളെ വെള്ളം കുടിപ്പിക്കുവളുമാര്. പറ അളിയാ, നിന്റെ ലവിന് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് പറ. അതിന് ജീവൻ തരാനും ഞങ്ങൾ ഉടായ്പ ഡയലോഗ് മാറ്റിട്ട് ആ കുപ്പി ഇങ്ങോട്ട് താഴെ. ഒന്ന് നിർത്തിയേ. എന്തുവാടേ ഇത്? ഈ സ്മോൾ അടിക്കുമ്പോൾ അവളെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്താ വേണ്ട വെച്ചാൽ പറ. ഇന്നലെ ഞാൻ കേട്ടതാടാ, അവൾക്ക് വെള്ളം അടിക്കുന്നവരെ കണ്ട ഇഷ്ടമല്ലെന്നേ. എന്നാൽ വെള്ളം അടിക്കാതിരിക്കാൻ എനിക്കും പറ്റില്ല. അപ്പോൾ പിന്നെ അവൾക്ക് എന്തായാലും എന്നെ ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് ശരിക്കും അവളെ ഇഷ്ടപ്പെട്ടു. അവളെ കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് പറയടാ. എടാ, നിന്റെ ഫ്രണ്ട് വരുന്നു, അതൊന്ന് ഒളിച്ചു വെക്കടാ. എന്താടാ മനോ? ഫോൺ സംസാരിച്ചോണ്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അല്ല, അത് പിന്നെ നീ ഒന്നും പറയണ്ട. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ആക്സിഡന്റ് ആയ കാര്യം പോലും പറഞ്ഞില്ല. അതുമല്ലാതെ വെള്ളം അടിച്ചിരിക്കുന്നു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്ന് പോടാ. ഞാൻ പറയുന്നു ശരിയാവില്ല. നിക്ക്. ചേട്ടാ, ഒരു കാര്യം പറഞ്ഞേക്കാം. ചേട്ടൻ അടിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. അമ്മേ, എനിക്കിഷ്ടമായി. പക്ഷേ അവൻ അടിച്ചത് എനിക്ക് അപമാനമാണെന്ന് കരുതിയതുകൊണ്ട് നിനക്കിഷ്ടപ്പെട്ടില്ല. പക്ഷെ അതിലൊരു സ്നേഹമുള്ളത് കൊണ്ട് എനിക്കിഷ്ടമായി. പക്ഷെ ഈ ലോകത്തിൽ എന്നെ തല്ലാനുള്ള അധികാരം അവന് മാത്രമേ ഉള്ളൂ. അതെ, അവനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞാലേ ഞാൻ പിന്നെ വെറുതെ ഇരിക്കത്തില്ല.
ഇനി ഇങ്ങനെ സംസാരിക്കരുത്. പറഞ്ഞത് കേട്ടില്ലേ? ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്കും നിന്നെ പോലെ തന്നെ തോന്നിയത്. ഞങ്ങൾ വല്ലതും പറഞ്ഞാ? പേഴ്സണൽ കാര്യത്തിലൊന്നും നമ്മൾ തലയിടാൻ പാടില്ല. ഈ കാര്യം ആരാണ് മനോടെടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനാ ചേട്ടാ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ കൊല്ലൂട. അവിടെ തന്നെ ഇരിക്കും. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീ ചാവൂടാ ഇന്ന്. മനോ, എന്തു പറ്റിയടാ? മുത്തശ്ശി എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഇത് ചിരിച്ചോണ്ടുള്ള എക്സസൈസ് ആടാ. പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് വാ, ആഹാരം കഴിക്കാം. മുത്തശ്ശി ഞാൻ കഴിച്ചിട്ടാ വന്നത്. എന്താ? മുത്തശ്ശി കഴിച്ചിട്ട് കിടന്നു. ഹലോ, അതെ, ഞാൻ എല്ലാം എടുത്തു വെച്ചു. എനിക്ക് ആ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെയാണെങ്കിൽ നല്ല സമാധാനമുണ്ട്. എന്ന് ശരി, വെച്ചോട്ടെ. ബൈ. എന്താടാ, നിന്റെ ദേഷ്യം കുറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴെങ്കിലും സംസാരിക്കാവോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത്? ഞാൻ വിചാരിക്കുന്നത് ഇവനാണല്ലോ പറയുന്നത്. കാര്യം എന്താണെന്നറിയോ? എന്തുവാടാ നീ പറയുന്നത്? സത്യമാണോ അതോ വെറുതെ പറയാണോ? നിന്റെ അടുത്ത് ഞാൻ കള്ളം പറയോടാ? ഓ, സൂപ്പർ അളിയാ. എന്തായാലും നീയും പ്രേമിച്ചു തുടങ്ങിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താടാ കാര്യം? ഞാനും ഒരു പെൺകുട്ടിയെ ഇന്ന് രാവിലെയാണ് കണ്ടത്. മനോ, നിന്റെ ലവ് വർക്കൗട്ട് ആണോയെങ്കിലേ നിനക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നീ അവളെ ഫോളോ ചെയ്യേ, ഓക്കെ അല്ലേ?
ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡേസി 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 ലലലലല. എവിടെ തിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം, ഒരു ചിത്രം മാത്രം. ഡേസി 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 ലലലലല. എടാ രവി, നിന്റെ ഐഡിയ കൊള്ളാട്ടോ. അവൾ എന്നെ തിരിഞ്ഞു നോക്കാൻ ചെയ്തു. നിന്നെ നോക്കി സ്മൈൽ ചെയ്തോ? ഇല്ലടാ, പക്ഷെ അവളുടെ നോട്ടത്തിൽ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. ഞാൻ പറഞ്ഞ പോലെ നിന്നെ ഫോളോ ചെയ്യാം. ചേട്ടാ, ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? നിന്റെ ചേട്ടത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദോ ആ വരുന്ന വണ്ടിയാണോ? ആ കളർ അല്ലെന്നേ, വൈറ്റ് കളർ ബൈക്ക് അവള് തന്നെയാണെന്ന് വിചാരിക്കുന്നത്. വരുന്നുണ്ട്. എന്താ ചേട്ടാ, എന്റെ സൗന്ദര്യം കണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നല്ലൊരു മെക്കാനിക് ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഈ കളിയൊന്നും ഞങ്ങളെടുത്ത് വേണ്ട, വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങോട്ട് എന്നാ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇയാളായാലും മതിയേ. പോട്ടെ ചേട്ടാ, ദീം തരികട്ടോ. അവളെ കണ്ടേച്ചാലും മതി. ചേട്ടാ, ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയാണെന്ന് കേട്ടോ. ശരി വാ, വണ്ടി കയറി. ശരി വാ. നിർത്തിക്കേ നിർത്തിക്കേ. നിർത്തുന്നേ. എന്തു പറ്റി? പുള്ളിയുടെ കൂടെ ആരും വന്നില്ലേ? ശരി വരൂ, ഒന്ന് എഴുന്നേൽപ്പിക്കേ. പതുക്കെ പതുക്കെ നോക്കി സൂക്ഷിച്ച്. പതുക്കെ ഹോസ്പിറ്റലിലേക്ക് പോടാ. ഏട്ടാ, ഞാൻ എന്റെ അച്ഛനെ ഇവിടെ ഇരുത്തിച്ചു പോയതാ. ആരെങ്കിലും കണ്ടായിരുന്നോ? പെട്ടെന്ന് നെഞ്ഞുവേദന ഒന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്കുവാ. ഏത് വഴിക്കാ പോയത്? പോകുന്ന ഓട്ടോയിലാ പോയിരിക്കുന്നത്. ഒന്ന് നിർത്തണേ പ്ലീസ്, ഒന്ന് നിർത്തണേ പ്ലീസ്, പ്ലീസ് ഒന്ന് നിർത്തണേ മേഡം, ഒന്ന് നിർത്തു മേഡം. എന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഒന്ന് എനിക്ക് ലിഫ്റ്റ് തരാമോ? ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. താങ്ക് ഗോഡ്. അച്ഛാ, വേഗം കൊണ്ടുവന്നുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി. എന്റെ അച്ഛനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന് വളരെ നന്ദിയുണ്ട്. ശരി ശരി, ആദ്യം കൗണ്ടറിൽ പോയി പണം കെട്ടാൻ നോക്ക്. ഇനി എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് അയക്കരുത്. ഒറ്റയ്ക്കാക്കിട്ട് പോയതല്ല, അദ്ദേഹത്തിന് വേണ്ടി മെഡിസിൻ വാങ്ങിക്കാൻ പോയതാ. നിങ്ങളോ? നിങ്ങളൊരു ജീവൻ തന്നെ രക്ഷിച്ചിരിക്കുക. ദാറ്റ്സ് റിയലി സ്വീറ്റ്. 1 minute. ഹലോ.
പറ. ഇപ്പൊ വരാം. I must leave now. Bye. Just take care. ഓക്കെ താങ്ക് യു. Bye. ചേട്ടാ എന്നാ വാ പോവാം. ഹേയ്, അവൾ എവിടെയാണെന്ന് നോക്കണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യേ. വണ്ടി നിർത്തിയേ. എന്താടാ ആള് വലിയ ബിസിയായി മാറിയല്ലോ അല്ലേ? കളക്ഷൻ ചെയ്യാൻ പോണം. കേറി ഇരിക്കേ. ഇയാൾ എന്നെ വിടുമെന്ന് തോന്നുന്നില്ല. നീ വിട്ടോ. ഒന്ന് കേറടാ, നേരെ ഒരുപാടായി. വണ്ടി എടുത്തേ. എടാ രവി. പറഞ്ഞോ. എന്തോന്ന് പറയാൻ, എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ അവളുടെ മുഖം മാത്രമേ ഉള്ളൂ. ആരെ കാണുമ്പോഴും അവളെ പോലെ തന്നെയാണ് തോന്നുന്നത്. എന്താ പറ്റിയത്? ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എന്നാൽ ഈ ഫീലിംഗ് നല്ല രസമാണ്. ഞാൻ നിന്നോട് തന്നെയല്ലേ സംസാരിക്കുന്നത്? ഹലോ. എവിടെ നോക്കുമ്പോഴും അവളുടെ മുഖമാണ് എനിക്ക് കാണുന്നത്. ഓൾമോസ്റ്റ് എൻ്റെ നിലമയോ അത് തന്നെയാടാ. ചേട്ടാ, ഓ നെഗറ്റീവ് ബ്ലഡ് അത്യാവശ്യമാണത്രേ. ഒന്ന് വേഗം ആശുപത്രിയിൽ വരാൻ പറ്റുമോ? ശരി, ഞാൻ വീണ്ടും വിളിക്കാം. നിൽക്ക് സർ. എനിക്ക് കുറച്ച് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. എന്തിനാ ഹോസ്പിറ്റലിലേക്ക്? അത് പിന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയാ. എന്തിനാ? താനിപ്പോൾ എന്തിനാ കൊടുക്കാൻ പോണേ? അത് പിന്നെ അത് വളരെ റെയർ ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് വേഗം പോകേണ്ടിയുണ്ട്. നമുക്ക് തീർക്കാൻ ഒരുപാട് ജോലികളുണ്ട്. നീ ആദ്യം അത് ചെയ്യേ. അത് കഴിഞ്ഞിട്ട് മതി നിന്റെയൊക്കെ സാമൂഹ്യ സേവനം. ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലാവുന്നുണ്ടാ? നിങ്ങളുടെ MD എവിടെയാണ്? മീറ്റിംഗിലാണ് സാർ. ഇരിക്കൂ. ശരി ശരി. എല്ലാരും ഇരുന്നേ. എപ്പോഴാ തിരിച്ചു വരിക? 3:30 മണിക്ക് വരാന്നാ പറഞ്ഞത്. ഓ, അത്രയും നേരാവോ? ഞാൻ വെയിറ്റ് ചെയ്തോളാം. കല്യാണം കഴിച്ചതാണോ? 2 പ്രാവശ്യം കഴിച്ചതാ. ശരിയാ. എന്നെ എപ്പോഴും സംശയിച്ചോണ്ടിരുന്നോ? അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ആദ്യ ഭർത്താവിനെ അങ്ങ് കൊന്നു. രണ്ടാമത്തെ ഭർത്താവാണെങ്കിൽ അയാൾ ഒരു ദുഷ്ടനുവാ. അതുകൊണ്ടേ ഉറങ്ങുന്ന സമയത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കൊടുക്കും. എന്ത് ശമ്പളം കിട്ടും? 5000 കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എന്താവാനാ? അതുകൊണ്ടൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. നമസ്കാരം സാർ. എന്താ ഇങ്ങോട്ട് തന്നെ വന്നാണോ? ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്, അതുകൊണ്ടൊന്ന് കാണാന്ന് കരുതി. മിണ്ടുന്നത് കണ്ടില്ലേ? വാ തുറന്ന് നുണയെ പറയൂ. നീയൊക്കെ വേഗം തന്നെ ചാവൂടാ. താങ്ക് യു സാർ. വന്നേ.
രവി, എനിക്ക് ഈ ഭാഗത്തൊരു ചെറിയ ജോലിയുണ്ട്. ഒരു കാര്യം ചെയ്താ ഓട്ടോ പിടിച്ച് പൊക്കോ. അല്ല വേണ്ട സാർ, എൻ്റെ അടുത്ത് ചേഞ്ച് ഉണ്ട്. വണ്ടി എടുത്തേ. എന്ത് ചെയ്യുന്നു? ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. മനു, നീ കാണാൻ നല്ല സുന്ദരനാ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. നമുക്ക് പ്രേമിച്ചാലോ? ആദ്യം ഫ്രണ്ടാന്നല്ലേ പറഞ്ഞത്, പെട്ടെന്ന് എന്താ ഇപ്പൊ ഒരു ലവ്? എന്താ ഫ്രണ്ട്സ് ലവേഴ്സ് ആവാൻ പാടില്ലേ? എന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ ലവ് ചെയ്യാൻ പറയുന്നു. എനിക്കൊരു സംശയം, നീ ആണാണോ പെണ്ണാണോ? അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം? ഒരുപാട് പ്രാവശ്യം ഞാൻ ഫോട്ടോ ചോദിച്ചതല്ലേ, എന്നിട്ട് വെച്ചില്ലല്ലോ. വെച്ചിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? കാണാൻ നല്ല ഭംഗി, പക്ഷെ സത്യമായിട്ട് നീയല്ല. ഞാൻ തന്നെയാ. ഞാൻ വിശ്വസിക്കില്ല. സത്യത്തിൽ നീ തന്നെയാണെങ്കിൽ വെബ് ക്യാമിന്റെ മുമ്പിൽ വാ. പറ്റില്ല. എനിക്കറിയാം ആ ഫോട്ടോ നിന്റെ അല്ല എന്നുള്ളത്. അത് ഞാൻ തന്നെയാണെങ്കിൽ എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യോ? നീ ക്യാമറയുടെ മുമ്പിൽ വാ. അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ? ചെയ്യാം, നീ ആദ്യം വാ. ഏട്ടാ, വീട്ടിലേക്കാണോ? ആ വിട്ടോ. ഇവിടെ എന്തിനാ വന്നത്? ഉച്ചയ്ക്ക് എന്നെ കാറിൽ വിളിച്ചോണ്ട് വന്നില്ലേ, അതിവിടെ ആയിരുന്നു. അത്രയ്ക്ക് അർജന്റ് ജോലി വല്ലതും ആണോ? അങ്ങനൊന്നുമില്ല. അയാളുടെ പൊങ്ങച്ചം കാണിക്കാൻ 4 പേര് വേണ്ടേ, അതുകൊണ്ട് വിളിച്ചോണ്ട് പോയതാണ്. ആ എന്താടാ പറയാളിയാ? എടാ കൊറേ നേരമായല്ലോ വിളിക്കുന്നു, ലൈനേ പോകുന്നില്ലല്ലോ. എടാ ഇവിടെ റേഞ്ച് ഇല്ലെന്ന്. ആ കുള്ളനാണോ? അതേട്ടാ, അവൻ തന്നെ. ഇങ്ങ് തന്നെ. എടാ നോക്ക്, ബ്ലഡ് കിട്ടിയോ നിനക്ക്? ഇല്ല ചേട്ടാ, ഒന്ന് വേഗം ആശുപത്രിയിൽ വരാൻ നോക്ക്. ഞാൻ അടുത്ത് തന്നെ ഉള്ളു, ഞാൻ എത്തിയേക്കാം. ചേട്ടാ, ചേട്ടനൊന്ന് ഹോസ്പിറ്റലിൽ വരെ വരാൻ പറ്റുമോ? എന്റെ ചെയർമാൻ എന്നെ വിടില്ലടാ. ഞാൻ വേണേ പണം അയച്ചു തരാം. ഇത്തവണ നിങ്ങളെല്ലാവരും നോക്കടാ പ്ലീസ്. ഫോർമാലിറ്റീസ് ഒക്കെ തീർന്നു, നിങ്ങൾക്ക് ബോഡി കൊണ്ടുപോകാം. രക്തം കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. എടാ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആവേണ്ട കാര്യങ്ങൾ നോക്കാം. എന്തിനാ ചേട്ടാ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? ചേട്ടാ, അയാളെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഇപ്പൊ ഇത് കുടിക്കേ. എത്ര കുടിച്ചാലും അവനെ മറക്കാൻ കഴിയുന്നില്ല. നീ എന്തിനാണ് വിഷമിക്കുന്നത്? അവന്റെ തലയിലെടുത്ത് അത്രയേ ഉള്ളൂ, അതങ്ങ് വിട്ടേക്കേ. നീയും ഇങ്ങനെ തന്നെ പറയുന്നല്ലോ. ഞാൻ ബ്ലഡ് കൊടുത്തിരുന്നെങ്കിൽ അവൻ ജീവിച്ചേനെ. ശരിയല്ലേ ഞാൻ പറയുന്നത്? അയാളുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്നതിന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പോലീസ് ഇപ്പൊ വരും, സ്റ്റാൻഡ് വിട്ടെ. പെട്ടെന്ന് വണ്ടി എടുക്ക്, പോ. മുത്തശ്ശി, മുത്തശ്ശി,
മുത്തശ്ശി 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 എഴുന്നേൽക്ക്. എന്തിനാടാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? എന്റെ ദൈവമേ, എന്താ മുത്തശ്ശിക്ക് പറ്റിയത്? ഞാൻ ശവാസനം ചെയ്യുമായിരുന്നു. എടാ മോനെ, നിന്നെ ഈ കോലത്തിൽ കാണാൻ ഞാൻ എത്ര നാൾ കാത്തിരിക്കണം? എന്റെ അമ്മേ, വീണ്ടും തുടങ്ങിയോ? TV കണ്ട് കണ്ട് മുത്തശ്ശിയുടെ സ്വഭാവം മാറി. ഇവൻ എപ്പോഴാണോ വിവാഹം കഴിക്കാൻ പോകുന്നറിയില്ല. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. The subscriber you have been calling is talking to someone else at this moment. Please try again after some time. ഫോൺ അടിക്കുന്ന കേട്ടില്ലേ? ഒന്ന് എടുത്തേ. ഫോൺ അടിക്കുന്ന കേട്ടില്ലേ? ഒന്ന് എടുത്തേ. ഹലോ. ആ രവി, ആദ്യം നീ ചെന്നിട്ട് ആ നായരുടെ കാശ് വാങ്ങിയിട്ട് പൂത്തോട്ടയുള്ള ആ പുതിയ പാർട്ടിയുടെ അടുത്ത് വന്നേക്ക്. സാറ് ആ ഇപ്പം അങ്ങോട്ട് വരുന്നത് അത് പിന്നെ അല്പം വഴിക്കാലും കുഴപ്പമൊന്നുമില്ല, നീ അങ്ങോട്ട് വന്നാ മതി. ഇയാളുടെ ഒരു കാര്യം എന്നെയും കൊണ്ടേ പോവും. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? അത് പിന്നെ രാത്രി സംഭവിച്ചതിന് സോറി പറയാനാ. ആക്ച്വലി നടന്നത് എന്താന്ന് വെച്ചാൽ ഇതെന്തിനാ എന്നോടൊന്ന് പറയുന്നത്? അതല്ല, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചോന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ ഞാൻ ആരാ സർ? നിങ്ങൾ വെള്ളടിക്കുക, എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഇഷ്ടം. എന്ത് പറ്റി? വഴുകി പോയല്ലോ. നിനക്ക് വേണ്ടി ഒരുപാട് നേരെ കാത്തിരിക്കുന്നു. പോയ കാര്യമൊക്കെ ശരിയായാ? ആ ശരിയായി. ആ എന്നാ അടുത്തേ കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം. 1 2 3. നീ മേസ്ത്രിയോടൊന്ന് വരാൻ പറഞ്ഞില്ലേ? മേസ്ത്രി അവന് ആക്സിഡന്റ് ആയെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയി. നീ പ്രേമത്തിൽ മുഴുകി വണ്ടിയിൽ നിന്ന് താഴെ വീണതല്ലേ? ആ മേസ്ത്രി ആരാണാവോ പ്രേമിച്ച് ഇപ്പൊ അവന് ആക്സിഡന്റ് പറ്റി അവന്റെ കാല് മുറിഞ്ഞിരിക്കുക. ഇനി ഇവിടുത്തെ ജോലിയൊക്കെ ആരാണാവോ തീർക്കുക? നിങ്ങളൊക്കെ എവിടുന്നായി കെട്ടിയെടുത്ത്? ശരി, അതൊക്കെ പോട്ടെ. പെണ്ണ് സുന്ദരിക്കുട്ടിയാണോ? നല്ല കാശുള്ള ടീമാണോ? അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. അങ്ങനെ അങ്ങ് പറഞ്ഞ എങ്ങനെയാ സുഹൃത്തെ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെയല്ലേ സ്റ്റൈല്. ഞാനിപ്പോ എന്താ ചോദിച്ചത്, പെൺകുട്ടി സുന്ദരിയാണോ, കയ്യിൽ നല്ല കാശുള്ളവളാണോ എന്ന്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? എന്താ നീ പറഞ്ഞ? എടോ, ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ, അതിനത്ര കാര്യാക്കണ്. അതിന് നീ ഇവൻ എങ്ങനെയൊക്കെ തല്ലിയാ പിന്നെ? എനിക്ക് ഇതുവരെ കിട്ടാനുള്ള ശമ്പളത്തിന്റെ ബാക്കിയാണിത്. നിന്റെ ജോലിയും നീയും.
ഇത്രേ ഉള്ളൂ. ഈ വിഷയം ഇവിടെ വെച്ച് നിർത്ത്. വേറൊന്നും ചെയ്യാൻ നോക്കരുത്. ഞാൻ ചാവുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എനിക്ക് വേണ്ടി കരയാൻ ഇവിടെ ആരുമില്ല. പക്ഷെ നീ മരിച്ചാൽ നിനക്കൊരു ഫാമിലി ഉണ്ട്. അവര് കരയണമെന്ന് നീ ആഗ്രഹിക്കരുത്. ആ മനു, പറയടാ. കല്യാണം സ്വർഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്നിക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അതൊരു തടസ്സാവില്ല. എന്താണോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ. എടാ രവി, ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്ക, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നേ. എന്റെ ലൈഫിൽ ഞാൻ ഇത്രയൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല. എടാ മനു, പത്ത് ദിവസം കൊണ്ട് മരിക്കുമെന്ന് മുത്തശ്ശി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിരിഞ്ഞു പോയവരെ മറക്കണമെന്നുണ്ടെങ്കിൽ ഒപ്പമുള്ളവരെ കൂടുതൽ സ്നേഹിക്കണം. അവൾ നിന്നെ വിട്ടു പോയെന്നും പറഞ്ഞ് നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത് രവി. എന്താടാ ഇങ്ങനെ പറയുന്നേ? അവൾക്ക് വേണ്ടി എന്തിനാണ് ഞാൻ നിന്നെ വിട്ടിട്ട് പോകുന്നത്? ഈ ലോകത്തെല്ലാം എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പോകാൻ പറയുന്നേ. എന്റെ ലൈഫിൽ ആരാ വരേണ്ടതെന്ന് എന്റെ തലയെഴുത്ത് പോലെ ഇരിക്കും. മനു, നിന്റെ കാര്യം എവിടം വരെ എത്തി? ഓരോ ദിവസവും കൂടുതൽ ഭംഗിയോടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹേയ് യു ലക്കി ഫെല്ലോ, കൊള്ളാടാ. നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ശരി, വാ പോവാം. എന്ത് പറ്റി മുത്തശ്ശി? പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ശ്വാസത്തിന്റെ എക്സസൈസ് ആണ്. എന്റെ ഭഗവാനെ, എന്തു പറ്റി മോനെ? എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കണ്ടി വിഷമിക്കുന്ന പോലുണ്ടല്ലോ മോന്റെ മുഖം. ഇന്നാ മോനെ, ഇത് വേഗം അങ്ങോട്ട് കുടിച്ചേ, എന്നിട്ട് കഴിക്കാൻ വാ. ഹലോ. എന്താ മനു ഇത്? എന്നെ കണ്ടത് തൊട്ട് നിങ്ങൾ ഓൺലൈനിൽ വരാറില്ലല്ലോ. ഞാൻ കാണാൻ സുന്ദരിയല്ലേ? നിന്റെ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അതെന്താ? സിൻസിയർ ആയിട്ട് ഒരാളെ സ്നേഹിക്കുന്നത് അത്ര നല്ല ആറ്റിറ്റ്യൂഡ് അല്ലേ? നീ എന്റെ ഫ്രണ്ടാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ലവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഞാനിന്ന് ഭയങ്കര മൂഡ് ഔട്ടില്ല. നീ ഫോൺ വെക്ക്. ശരി, വിട്ടേക്ക. എന്റെ കാര്യത്തെ കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്നത്? പ്ലീസ് മനു, എന്ത് പറ്റിയെന്നൊന്ന് പറ പ്ലീസ്. അതായത് അത് രവിയെ ഓർത്തിട്ടാ. എന്ത് പറ്റി? അവൻ കുടിച്ചതിന്റെ കാരണം അവൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അവനോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ അവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ രവി ഇങ്ങനെ സ്വപ്നം കാണുന്നത് പോലും തെറ്റല്ലേ? മനു, വേഗം വാടാ, ആഹാരം കഴിക്കണ്ടേ? ശരി, നമുക്ക് പിന്നീട് സംസാരിക്കാം. വെക്കട്ടെ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരുമോ?
എന്താടാ പറ്റിയത്? എന്താ പറ്റിയെന്ന് അറിയില്ല. കേബിളിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ സ്കൂട്ടറിന് എന്തോ പ്രോബ്ലം ഉണ്ട്, സർവീസ് കൊടുത്താൽ മതി. ശരി ചേച്ചി, ഞാൻ പോകും. താങ്ക് യു സോ മച്ച്. പിന്നൊരു കാര്യം, അത് പിന്നെ അന്ന് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, എന്ത് തന്നെ ആയാലും റോഡിൽ വെള്ളമടിച്ച് ബഹളം വെക്കുന്നത് ശരിയാണോ? പറയൂ. അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് കൂടി മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ബൈ. പറയടാ. അവളുടെ അടുത്ത് ഞാൻ ഇപ്പോഴാണ് സംസാരിച്ചത്. അവൾക്ക് എൻ്റെ അടുത്ത് ഒരു ദേഷ്യവുമില്ല. താങ്ക് ഗോഡ്. ഹലോ, ഞാൻ ഇപ്പോഴും അമ്പലത്തിൽ പോകാൻ പോവാ. അതേന്നേ, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നേ. ആരാടാ അമ്പലത്തിൽ പോകുന്നത്? അത് അവള് തന്നെയാ. എന്നെ നോക്കിക്കൊണ്ട് ഫോണിലൂടെ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞോണ്ട് പോവാ. ആഹാ, എടാ മണ്ട, നിന്നോടും അവള് അമ്പലത്തിൽ വരാൻ പറയാ. നേരാണോടാ? അതേടാ, വേഗം ഇറങ്ങ്. എടാ രവി, നീ ഒന്ന് കൂട്ടിന് വരുവോ? എന്ത്? ഞാനോ? ശരി, വരാ ഞാൻ. ഹലോ മനു, ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് സിനി പ്ലാനറ്റിലേക്ക് വാ. എന്തിനാ? നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ, വാ. എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിലേക്കോ? അതെ, അമ്പലത്തിലേക്ക്. ശരി. നീ എവിടെയാ ഉള്ളത്? ഓൺ ദി വേ ആണ്. 10 മിനിറ്റ് അവിടെ എത്തും. എന്നാ വേഗം വാ. അപ്പൊ ആ കുട്ടിയാണ് അർച്ചന അല്ലേ? ഹായ്. ഇപ്പൊ പറ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ വന്നില്ല, അതുകൊണ്ട് നീ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വന്നു. എന്തേ, വരാൻ പാടില്ലേ? ഞാൻ ഇവിടെ നിന്നോട് സംസാരിക്കില്ലേ, നീ എന്താ അവിടെ നോക്കുന്നത്? ശരി, നമ്മളുടെ കാര്യം നമുക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യാം. എടാ, നീ എവിടെയാ ഉള്ളത്? ഞാൻ അടുത്ത് തന്നെയാ ഉള്ളത്. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. എന്താടാ, അവളെത്തിയോ? എടാ, ദാ അവളാണോ?
വരില്ലെന്ന് പേടിച്ച് ആകെ ടെൻഷനായി പോയി. എന്തായാലും ഞാൻ എത്തിയില്ലേ, നീ പേടിക്കണ്ട. എടാ മനു, അവള് നിനക്ക് പെർഫെക്റ്റ് മാച്ചാടാ. ലേറ്റ് ആക്കില്ലടാ, വേഗം പോയി പ്രപ്പോസ് ചെയ്യേ. എന്റെ അമ്മോ, ഞാനോ? എന്തിനാ നീ പേടിക്കുന്ന? ഞാനൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്, വാ. നീ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആ രേവതി ഭയങ്കര പ്രശ്നക്കാരിയാ. ഓ, അവളുടെ കാര്യം നീ എന്റെ അടുത്ത് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം, വാ. മുത്തശ്ശി, എന്താ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യാൻ ആരാ പറഞ്ഞു തന്നത്? മുത്തശ്ശിയുടെ പ്രായത്തിന് യോഗയാണ് ശരിയായത്. യോഗ അല്ലടാ, ഇതങ്ങ് ഒടിഞ്ഞു പോയി. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എവിടെ? എടാ, ഇന്ന് നിനക്ക് ലീവല്ലേ? എന്നിട്ട് നീ ഒരു 10 നിമിഷമെങ്കിലും ഇവിടെ ഇരുന്നോ? അതെങ്ങനാ? അവന് രവിയുടെ അവിടെ കിടന്ന് ചുറ്റണ്ടേ, അതല്ലേ? അവനുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. എന്താ മുത്തശ്ശി, എപ്പോഴെന്തിനാ അവനെ ഇങ്ങനെ മോശമായിട്ട് കാണുന്നത്? അതെ, അവനെ പറ്റി പറഞ്ഞാലേ നിനക്ക് ദേഷ്യാണല്ലോ. മോനെ, ഇന്ന് ജോത്സ്യം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അയാളോട് വരാൻ പറയട്ടെ? വേണ്ടെന്ന് പറ. എത്ര നാളെന്ന് വെച്ചാ തിന്നാനുണ്ടാക്കുക? എനിക്ക് വയസ്സായി വരിക. വേണമെങ്കിൽ ആരോഗ്യത്തിനുള്ള മരുന്ന് മേടിച്ച് കഴിക്കേ, അല്ലാതെ എന്നെ വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യാതെ. എടാ, സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. നീ കല്യാണം കഴിക്കോ ഇല്ലയോ? ഞാൻ ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം, എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പം എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ഞാൻ കെട്ടിക്കോളാം. ഓക്കെ ആണോ? എപ്പം നോക്കിയാലും കല്യാണം. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ തേരിലേറ്റി. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ തേരിലേറ്റി. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. അത് ഞാൻ തന്നെയാ. താങ്ക് യു. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറ. അർച്ചനെ, പാലുകാരൻ വന്നില്ലല്ലോ. മനു, നിനക്ക് വേണ്ടിയാടാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ശരി, റിസൾട്ട് എന്തായി? നീ പറയുന്നത് നോക്കിയാൽ നിന്റെ ലവ് സക്സസ് ആയി. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഒരു കാര്യം അറിയോ, ഇന്ന് രാത്രി അവൾ ബാൽക്കണിയിലേക്ക് വന്നില്ല. എന്തുകൊണ്ടാ വരാഞ്ഞെന്ന് മനസ്സിലാവാത്തത്. അവൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവുന്നേ. നാളെ രാവിലെ സംസാരിക്കേ. ഇപ്പൊ ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റാ. ഹായ്.
നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ലവിനെ കുറിച്ച് ഫോണിൽ സംസാരിക്കരുതെന്നല്ലേ പറഞ്ഞേ, അതാ നേരിട്ട് വന്നത്. ശരി, അത് വിട്ടിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ മനു. നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഫ്ലാറ്റിലേക്ക് തന്നെ വന്നത്. നീ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ സൂസൈഡ് നോട്ട് എഴുതി ഇവിടുന്ന് ചാടി ചാവും ഞാൻ. മനസ്സിലായോ? ഈവനിങ് കാണാം. ഇങ്ങനെ മുഖം കാണുമ്പോ തന്നെ മൂഡ് ഓഫ് ആവുന്നു. വാച്ച്മാൻ, മോളി താമസിച്ചവർ എങ്ങോട്ട് പോയെന്ന് അറിയോ? അവരിന്നലെ വീട് വെക്കേറ്റ് ചെയ്ത് പോയല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് മനു. എന്ത് പറ്റി? ഇത്ര നേരമായിട്ട് എഴുന്നേറ്റില്ലേ? എത്രയും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ബാൽക്കണിക്ക് വാ. ഓക്കെ? മനു, എല്ലാം അവസാനിച്ചു രവി. എന്താടാ പറ്റിയത്? എനിക്കിപ്പോ ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. എന്താടാ, നിനക്ക് വട്ടുവല്ലം പിടിച്ചോ? നിന്റെ അച്ഛനോട് പറഞ്ഞത് എന്നോടും തന്നെ പറയുന്നു. ഇപ്പൊ നീ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? അതല്ലടാ. എന്തല്ലടാന്ന്? ഫ്ലാറ്റ് കാലിയാക്കിയ മാത്രം നിന്റെ സ്നേഹം ഇല്ലാതാവൂ? അതൊന്നും അല്ല കാര്യം. ആ ചാറ്റ് ചെയ്യുന്ന പെണ്ണ് അതേ ഫ്ലാറ്റിൽ വന്ന് താമസിക്കുക. ആ, അങ്ങനെ വന്ന ഞാൻ അവളെ സ്നേഹിച്ചില്ലെങ്കിൽ മേളിന്ന് എടുത്ത് ചാടി ചാവെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നു. അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരിക. നിന്റെ വഴിയിൽ ആര് വന്നാലും അയാളെ കൊല്ലും ഞാൻ. ദേ അവളല്ലേ? അവളുടെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. വാ. അദ്ദേഹത്തിനൊന്ന് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. ഒരു പെൺകുട്ടി മനസ്സ് തുറന്ന് സ്നേഹിക്കാന്ന് പറയുമ്പോ എന്തിനെങ്കിലും ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത്? നിന്നെ ജീവിതത്തിൽ സ്നേഹിക്കുന്നില്ല ഞാൻ.
അത് തന്നെയാ ഞാൻ ചെയ്ത തെറ്റ്. ഛേ. അവന് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. എന്തിനാ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കാത്ത കൊണ്ടല്ലേ നീ ഇത്രയും ഫീൽ ചെയ്യുന്നത്. പട്ടിയെ പോലെ പുറകെ നടന്ന് പ്രേമിക്കണം എന്ന ഒരു ആവശ്യം എനിക്കില്ല. നല്ല മനുഷ്യനാണല്ലോ എന്ന് വിചാരിച്ച് സ്നേഹിച്ചതാ. തലപ്പത്തുള്ളവൻ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അതാ നടക്കൂ. നിങ്ങളുടെ ഫ്രണ്ടിനോട് സൂക്ഷിച്ചിരിക്കാൻ പറഞ്ഞോളൂ. കാരണം അർച്ചനയുടെ ഫാമിലി വളരെ ഡേഞ്ചറസ് ആണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവരുടെ നാട് ഞങ്ങളുടെ നാടിന്റെ അടുത്താണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ അഡ്രസ്സും തരുമോ? ആക്ച്വലി എനിക്ക് അവരെ കൺവിൻസ് പോലും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനത് ചെയ്യില്ല. എനിക്കതിന്റെ ഒരു ആവശ്യമില്ല. പ്ലീസ്, ഈ ഒരു ഹെൽപ്പ് മാത്രം ഒന്ന് ചെയ്യൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാവുന്നേ. സത്യമായിട്ടോ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പ്ലീസ്, ഈ ഒരു ഹെൽപ്പ് ചെയ്താൽ മതി. എന്ത് വേണമെങ്കിലും ചെയ്യോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇവനെന്റെ ചേച്ചിയാ. ഇവളെ കല്യാണം കഴിക്കുമോ? അനിയത്തിയെ സ്നേഹിച്ചിട്ട് ചേച്ചിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിയാണ് ഏട്ടാ. ഈ തീരുമാനം ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. എൻ്റെ ഈ തീരുമാനം മനോയ്ക്ക് വേണ്ടിയാണ്. എടാ മനോ, ഇനി മുതൽ അവൾ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതുമാത്രമല്ല, അർച്ചന എവിടെയാണെന്നും കണ്ടുപിടിച്ചു. നേരാണോ? അവളിപ്പോ എവിടെയുള്ളു? എന്തു പറ്റിയടാ? അത്രയ്ക്ക് ആഗ്രഹമാണോ? എടാ പറയടാ രവി. അതൊക്കെ എന്തിനാണ് ഇപ്പൊ നിനക്ക്? നിങ്ങൾ രണ്ടുപേരെയും ചേർക്കേണ്ടത് എന്റെ കാര്യമല്ലേ? എടാ അതല്ല. നീ ഒന്നും പറയണ്ട. എപ്പോഴത്തെയും പോലെ നീ നിന്റെ ജോലി നോക്ക്. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ രണ്ടുപേരെയും ചേർക്കേണ്ടത് എന്റെ ജോലിയാണ്. കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ? ആ നിമിഷം അവന്റെ മുഖത്ത് വന്ന സന്തോഷമുണ്ടല്ലോ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അല്ല, ഇത് എന്ത് കണ്ടീഷനാ? ഏട്ടനോട് എന്തിനാ വൃദ്ധസദനത്തിൽ പോകാൻ പറഞ്ഞ്? അവളുടെ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറണമെന്നോ? അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമായാലും മാത്രമേ അനിയത്തി കെട്ടുള്ളൂ? എന്നാൽ മാത്രമേ ചേട്ടന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് സഹായിക്കുന്നുള്ളൂന്നോ? ഇത് ശരിയല്ല കേട്ടാ. ഇത് ന്യായമാണ്. ചേട്ടൻ പറ. മിണ്ടാതിരിയടാ. അതല്ലടാ അലിയ. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഞാൻ ഒന്ന് പറയട്ടെ, ശരിക്കൊന്ന് ആലോചിക്കേ. മനോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കൂടാ. അങ്ങനെയുള്ളപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല. ഈ കാര്യമൊന്നും ഒരിക്കലും മനോ അറിയരുത്. എന്താ, മനസ്സിലായോ? നന്നായിട്ട് ആലോചിച്ചോ? ഞാൻ വീണ്ടും പറയാണ്, എന്റെ ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടമായ മാത്രമേ കല്യാണമുള്ളൂ. അത് നടന്നാൽ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ടിനെ ഞാൻ സഹായിക്കൂ. പക്ഷേ ഈ കാര്യം എന്റെ ചേച്ചി അറിയാൻ പാടില്ല. ആശ്രമത്തിലേക്ക് നിങ്ങൾ വോളണ്ടിയർ ആയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. ഇത് അവർക്ക് കൊണ്ടു കൊടുക്കും. ചേട്ടാ, ഒരു നിമിഷം പറഞ്ഞോളൂ. ഓൾഡ് ഏജ് ഹോമിലേക്ക് എങ്ങനെ? നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി കേട്ടോ. താങ്ക്സ്. ഓക്കെ. ആ മനു, ഇപ്പോഴാണ് നിന്റെ മിസ്ഡ് കോൾ കണ്ടത്. എന്തു പറ്റി? എനിക്ക് ഭയങ്കര ബോറടി. അതുകൊണ്ട് ഞാൻ ടെറസിൽ വന്നിരിക്കുക. എന്താടാ ഡള്ളായിട്ടിരിക്കുന്നത്? അർച്ചനയെ മറക്കാൻ പറ്റുന്നില്ലടാ. ആ വിഷയം നിന്നോട് മറക്കാൻ പറഞ്ഞല്ലേ? ഞാനും അതിനു വേണ്ടി തന്നെ വന്നത്. ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ല. 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ വിളിക്കാൻ നിന്നെ. ഓക്കെ?
ബൈ. ഇതാണ് ചേട്ടാ, ഇറങ്ങിക്കോളൂ. താങ്ക്സ് ചേട്ടാ. ആ ശരി, ബൈ. ആരെ കാണേണ്ടേ? മാലതി. മാലതി മേഡം എന്ന് പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ശരി, മാലതി മേഡം എവിടെയാ ഉള്ളത്? ഇതേതായാലും നന്നായി. ദാ അവിടെ. മേഡത്തിനെ കാണാൻ വന്നതാ. ഹരി, ഈ പുസ്തകം മാസ്റ്ററിനെ ഏൽപ്പിച്ചേക്ക്. പറയൂ. ഇവിടെ എങ്ങനെയാ നിൽക്കേണ്ടതെന്നുള്ള കാര്യം രേവതി പറഞ്ഞു കാണുമല്ലോ അല്ലേ? നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ആ കാര്യം ഓർമ്മ വേണം. ഓക്കെ. ഹരി, അദ്ദേഹത്തിനുള്ള മുറി കാണിച്ചു കൊടുക്കും. ശരി മാഡം, വരൂ. 1 2 3 4 5 6 7 8 9 10 11. മാഷ ഇതൊന്ന് നോക്കുക. മാസ്റ്റർ എന്ത് ചെയ്താലും ശരി, ഇവൻ പൊക്കം വെക്കൂല, ഒരിക്കലും നന്നാവൂല. ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ പറഞ്ഞത് നേരെ. മാസ്റ്റർ നിന്റെ കഴിവിനൊന്ന് തെളിയിച്ച് കാണിച്ചേ സൽമാൻ. ആരെന്ത് പറഞ്ഞാലും നീ അതൊന്നും കാര്യാക്കണ്ട. നീ നിന്റെ പണി നോക്ക്. അതും ശരിയാ. അല്ല, ഇയാളാരാ? ഇത് പുതിയതായിട്ട് വന്നതാ മാസ്റ്ററെ. ഓ, ഇപ്പൊ വന്നതാണോ? നമ്മളെ ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി. ശരി ശരി, നിങ്ങൾ വന്നോളൂ സാറേ. അത് പിന്നെ ഇപ്പൊ അസുഖം ഭേദമായി. ഇപ്പൊ കുഴപ്പമില്ല മോളെ. വത്സല തന്നാൽ മാത്രമേ ഞാൻ വെള്ളം കുടിക്കൂ. ചേട്ടാ, ആ പാത്രം ഓട്ടെ. നീ എന്തിനാ മോനെ ബുദ്ധിമുട്ടുന്നേ? എന്നെ കൊണ്ട് പറ്റാത്തത് മാത്രം നീ ചെയ്താ മതി. ശരി അമ്മേ. ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ട്. എന്ന് വെച്ചാ ഞാൻ പറഞ്ഞൊക്കെ നുണയാന്നാണോ അർത്ഥം? അയ്യോ, അല്ലല്ലേ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ അറിയത്തില്ലായിരിക്കും. ചേച്ചി, ഡോക്ടർ വന്നിട്ടുണ്ട്. ദാ വരുന്നു. അയ്യോ, പേടിക്കല്ലേ. ഒരു കുറവുമില്ല. സമാധാനപ്പെട്, വിഷമിക്കല്ലേ. ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഒന്നുമില്ല, എല്ലാം മാറും. ഇങ്ങനെ വിഷമിക്കണ്ട കേട്ടോ. ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയമൊക്കെ കഴിഞ്ഞു. വയസ്സായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്.
ഈ വയസ്സുകാലത്തും ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച വളരെ സങ്കടമുള്ള കാര്യമാണ്. ഇദ്ദേഹം ഇവിടുത്തെ വോളണ്ടിയറാ. ഇന്നാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തേ. അത് ശരി, വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാസ്റ്റർ. ഗുഡ് നൈറ്റ് മോളെ. നല്ല തറവാട്ടിൽ പിറന്നവരായിരുന്നു. ജീവിതകാലം മുഴുവനും വളരെ സന്തോഷമായി ജീവിച്ചവരാ. വെളുപ്പിന് എണീറ്റ് അവിടെ കണ്ടല്ലോ, ആ മരത്തിന്റെ താഴെ ഈസിച്ചാരം ഇട്ടുകൊണ്ട് ചന്ദനത്തിരി കൊളുത്തി വെച്ച് ആ നല്ല വാസന ആസ്വദിച്ച് ഇവിടുത്തെ നല്ല കാറ്റും ശ്വസിച്ച് യേശുദാസിന്റെ പാട്ടുകളൊക്കെ കേട്ട് സന്തോഷമായി കഴിയായിരുന്നു. അത്രയും സൂയിച്ച് ജീവിച്ച ആ സ്ത്രീ ഇന്ന് അവരെങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ കാണുന്നത് ആലോചിക്കുമ്പോൾ മനസ്സിന് ഒരുപാട് വിഷമമുണ്ട്. ശരി, താൻ പൊക്കോ. എനിക്കിവിടെ പേഷ്യൻസിന് അല്പം മരുന്നൊക്കെ കൊടുക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. ശരി. എന്താണ് ചെയ്യുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ എന്റെ മേലെ കാലിടരുതെന്ന് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ സ്വപ്നസുന്ദരമായ സല്ലാബേക്ക് നീ എന്തിനാ ഇടയ്ക്ക് വെച്ച് കയറി വരുന്നത്? നീ എന്തിനാ എന്റെ മേലെ കാല് വെച്ചത്? ഞാൻ നിനക്ക് ശരിയാക്കി തരൂടോ. എന്തായി കാണിക്കുന്നത്? നിങ്ങളുടെ വഴക്കൊന്നും നിർത്തുന്നുണ്ടോ? എപ്പോ നോക്കിയാലും ശരി കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ തമ്മ് കാണാതെ ഇരിക്കാൻ പറ്റൂല. രാത്രി ഒരുപാടായി കിടന്ന് ഉറങ്ങാൻ നോക്കിയ പിള്ളേരെ. രവി, എന്തോ ഒരു വലിയ ആലോചനയാണല്ലോ. അതെ, എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. എന്നാൽ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. അതിനൊക്കെ കാരണക്കാരൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും. ഇവിടുത്തെ പിള്ളേർക്ക് അനാഥാലയത്തിൽ താമസിക്കുകയാണല്ലോ എന്ന് അല്പം വിഷമൊക്കെ ഉണ്ട്. ശാന്തമായൊരു അന്തരീക്ഷം ഇവിടെ കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നില്ല. അവസാനം വരെ സന്തോഷമായി കഴിയണമെങ്കിൽ അന്തിമഘട്ടത്തിൽ നമ്മുടെ ജീവൻ ശാന്തമായി പോകണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിലും സന്തോഷിക്കണം. ഇതൊക്കെ ഇവന്മാർക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു കൊടുത്താലും ഇവർക്കതൊന്നും മനസ്സിലാവില്ലേടോ. വേറെ വിധത്തിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലടോ. തന്നെ കൊണ്ട് കഴിയുമെന്ന് ചെയ്ത് നോക്ക്. നേരെ ഒരുപാടായി. താൻ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. നിനക്ക് അങ്ങനെ ആയെങ്കിൽ ഫോൺ ചെയ്ത് പറയായിരുന്നില്ലേ? അതെ, നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ നീ പറയുന്ന അവന് മനസ്സിലാവാൻ. എന്തായാലും ശരി, ഞാൻ ഇപ്പൊ തന്നെ മനുവിന് ഫോൺ ചെയ്ത് പറയാൻ പോവാ. പറഞ്ഞ മനസ്സിലാവില്ലേ? അവനെ നീ വിളിച്ചു പറയുമല്ലേ? എന്തായാലും ശരി, ഞാൻ ഇന്നത് മനോയെ അറിയിച്ചിട്ടേ കാര്യമുള്ളൂ. എന്താ സംഭവിച്ചത്? അത് പിന്നെ ചേട്ടാ, അത് പറയടാ. രവിയേട്ടനില്ലേ? രവി സ്നേഹിച്ചത് രേവതിയെയാണോ? എനിക്ക് വേണ്ടിയാണോ അവൻ ഇത്രയ്ക്ക് റിസ്ക് എടുത്തത്? ഈ രേവതി എവിടെയായിരിക്കും രവി അയച്ചത്?
നീ വന്നിട്ട് കുറെ നേരം ആയോ മോനെ? ഞാനൊരു കാര്യം പറയട്ടെ, നല്ല ഐശ്വര്യമുള്ള പെണ്ണാ. ആ പെണ്ണ് നല്ല പേരുകേട്ട തറവാട്ടിലെയാടാ. നമ്മുടെ ജോത്സ്യം കൊണ്ടുവന്ന ബന്ധമായത് നല്ലതാടാ. നീ ഒരു തവണ സമ്മതിക്കും മോനെ. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച രവിക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. അവൻ എന്നെ വിളിക്കുമ്പോൾ എൻ്റെ കല്യാണം ഫിക്സായി എന്ന് അവനോട് പറയണം. മനോ, ഞാനവരോട് സമ്മതം പറഞ്ഞോട്ടെ മോനെ. കൊറേ നാളായിട്ട് ഇങ്ങനെയാ മോനെ. നീ ഇതൊന്നും കണ്ട് പേടിക്കരുതേ. അല്ല, അത് പിന്നെ ഡോക്ടറിനെ വിളിക്കട്ടെ? അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നോക്കിക്കോളാം. ചിലപ്പോ ഇവരുടെ തലയിലെഴുത്ത് ഇങ്ങനെ ആയിരിക്കും മോനെ. ഒന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്നുമില്ലെന്നേ, എന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നേ? ആ മരത്തിന്റെ താഴെ ഈസി ചെയർ ഇട്ടുകൊണ്ട് ചന്ദനത്തിരി കൊളുത്തി വെച്ച് ആ നല്ല വാസന ആസ്വദിച്ച് ഇവിടുത്തെ നല്ല കാറ്റും ശ്വസിച്ച് യേശുദാസിന്റെ പാട്ടുകളൊക്കെ കേട്ട് സന്തോഷമായി കഴിയായിരുന്നു. മോനെ, നീ എന്തായി ചെയ്യുന്നേ? പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈത്തുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
നിയമകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങട്ടെ. ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി പൂക്കൈത കൈയും വീശി ആമല ഈമല പൂമല കയറി അവിടെ നിൽക്കും. അവരൊക്കെ നമ്മൾ പറഞ്ഞാലും അനുസരിക്കില്ല. പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്നെ തടയരുത്. ഇന്ന് ഞാൻ അവനാണോ കൈ നോക്കട്ടെ. എന്നെ കുറിച്ച് അവന് ശരിക്കും അറിയില്ല. തോന്നിക്കാറ്റ് പൂവട്ടക തട്ടി ചിന്നി പൂമലയിൽ പുതുമഴ കൈയും വീശി ആമല ഈമല പൂമല കയറി ഉണ്ടപ്പക്രു നമ്മളോടൊന്ന് കളിക്കാൻ വരുന്നുണ്ടല്ലോ. ഇവനിട്ടൊരു പണി കൊടുക്കണം. ഏയ് ഏയ് എന്താ ഇവിടെ ഒരു ശബ്ദം? എന്താണ്? നീ ആര്, പുലിമുരുകനോ? ഞങ്ങളെന്താ കടിച്ച് കീറാൻ വന്നിരിക്കുകയാണോ? ഞങ്ങളെന്താ തല്ലാൻ വന്നിരിക്കുകയാണോ നീ? നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളെ മദ്യപിക്കരുത് തന്നെ. നിന്നോട് ഞങ്ങൾ മുമ്പേ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇവിടെ വെച്ച് കുടിക്കൂ. ദേഷ്യം വന്നോണ്ടല്ലോ. പിന്നെ ഞാൻ എന്താ ദേഷ്യം വന്ന നീ എന്ത് ചെയ്യും? എന്താണ് നീ ചെയ്യാൻ പോണ്? വേഗം പറ. എടാ ഇവനെ ചൂടാക്കണമെങ്കിലേ താഴെ തിരികൊളുത്തണം. എടുക്കടാ എന്നിട്ട് അവന്റെ കാൽച്ചോട്ടിലിട്ട് എനിക്ക് കുടിക്കരുതല്ലേ? എന്ത് ചെയ്യും? പേടിയാവുന്നു. ഞാനിഞ്ഞും കൊണ്ട് വരില്ല. നിങ്ങൾ എത്ര മണിക്ക് മദ്യപിച്ചോ? ചെയ്യല്ലേ പ്ലീസ്. വിടാനില്ല പറഞ്ഞത്. എന്നെ രക്ഷിക്കണേ. എന്നെ ഇവിടെ താഴെ ഇറക്കണേ. സൽമാൻ ഖാനെ രക്ഷിക്കാൻ ഷാരൂഖ് ഖാൻ വന്നിരിക്കുന്നുണ്ടല്ലേ? എന്താ നിങ്ങൾക്കൊന്ന് സ്റ്റീം ആവണോ? ഞാൻ വിടില്ല. കൊല്ലും തന്നെ. ഒറ്റോടത്തിനും ഞാൻ വെറുതെ വിടില്ല. ലോറി കയറ്റി ഞാൻ കൊല്ലും. അടിച്ച് പഞ്ചറൊക്കെ ഞാൻ തന്നെ കണ്ടുപോകുന്നത്. നല്ല അടി കൊടുത്തിട്ടുണ്ട്. അവൻ ഇനി ഭാഗത്തു കൂടെ വരില്ല ചേട്ടാ. എനിക്ക് അസുഖമായിരുന്ന സമയത്തെ ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞ് വല്ലാത്ത ധൃതി കാണിച്ച എന്റെ മകനെ നോക്കി ഞാൻ വളരെ സന്തോഷിച്ചു. അതുകൊണ്ടാണ് എനിക്കിഷ്ടമില്ലെങ്കിൽ കൂടി അവന്റെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതി ഞാൻ ഓട്ടോയിൽ കയറിയത്. അത് കണ്ടോ? എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു പോയവനാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവൻ പുറത്തേക്ക് വന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ്
അവനങ്ങ് പോയി. ഉച്ചയ്ക്ക് പോയവനെ സന്ധ്യയായിട്ട് കൂടി കണ്ടില്ല. അന്ന് രാത്രിയായിട്ട് കൂടി വന്നില്ല. ഇതുവരെയ്ക്കും ഓൻ വന്നിട്ടേ ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അടുത്ത് കള്ളം പറഞ്ഞ് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയതാണെന്ന്. 9 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് വളർത്തി. മഴയും കൊള്ളിക്കാതെ വെയിലും കൊള്ളിക്കാതെ ഞാൻ പട്ടിണി കിടന്ന് അവനെ വയറ് നിറയെ തീറ്റിക്കുമായിരുന്നു. അവൻ തന്ന സമ്മാനമാണിത്. മോനെ, ഈ വയസ്സായവർക്ക് പിന്നെ എന്താഗ്രഹം തോന്നാനാ? ഒരു പിടി ചോറും കുറച്ചു സ്നേഹവും മാത്രം മതി. നിങ്ങളിങ്ങനെ കരയുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ ഉപദേശിക്കാൻ എനിക്ക് അധികാരമില്ല. എന്നാലും ഞാൻ പറയാണ്, സ്വന്തം അച്ഛനമ്മമാരെ നോക്കേണ്ടത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവർ നിങ്ങളെ നോക്കിയില്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നിങ്ങൾ അനാഥരാകുന്നില്ലല്ലോ. അതുമാത്രമല്ല, അച്ഛനും അമ്മയും എങ്ങനെ ഉണ്ടാവുന്നു എനിക്ക് പോലും അറിയില്ല. എന്നെ ഞാൻ തന്നെ സമാധാനിപ്പിക്കുക. ഓരോരുത്തർക്കും അച്ഛനും അമ്മയും 2 പേരെ കാണുള്ളൂ. പക്ഷെ എനിക്ക് ഇത്രയും അച്ഛനമ്മമാരെ കിട്ടിയില്ലേ. അതുമാത്രമല്ല, നിങ്ങൾ എല്ലാവർക്കും എനിക്ക് മകനായിട്ടിരിക്കാൻ പറ്റുന്നില്ലേ? എന്നെ നിങ്ങൾ സ്വീകരിക്കില്ലേ? അതെ, അത് തന്നെ. എന്നെ ഒരു അന്യനായി കാണരുത്. പറ വേഗം പറ. നിന്നിഴലാവാം ഞാൻ, നിൻ തണലാവാം ഞാൻ, സംരക്ഷകനായി നിന്നരികിൽ നിൽപ്പൂ. നിങ്ങൾക്ക് ഞാനൊരു മകനാണ്, ഒരു പിതാവിൻ സ്നേഹം അറിഞ്ഞതിവിടമാണ്. കുട്ടികളെ പോലെ കളിക്കാം, എന്നെന്നും ചിരിക്കൂ. വിഷമങ്ങളെല്ലാം മറന്ന് ഈ ലോകത്തെ സ്നേഹിക്കൂ. ചുവടുകൾ വച്ചു മുന്നോട്ടു നീങ്ങും, പൂമ്പാറ്റയെ പോലെ പാറി നടക്കാം. മനസ്സിനെ അറിയാൻ ശ്രമിച്ചു നോക്കൂ, ആനന്ദത്താൽ നമുക്ക് പാടാം. നമ്മൾ ഒന്നായി കളിച്ച് രസിക്കാം, വരൂ കൂട്ടരെ എന്നെന്നും ഇവിടെ. സമയത്തിനൊത്തു പ്രവർത്തി ചെയ്യൂ, ആരോഗ്യത്തെ പുണരാം നോക്കൂ. സഹായം
ജീവിതം നിങ്ങൾ പാഴാക്കാൻ നോക്കരുതേ. കൂട്ടുകൂടി നമ്മൾ ചെടികളെ സ്നേഹിക്കാം. ഭൂമിയെ സ്നേഹിച്ചാൽ ഈ ജീവിതം ധന്യമായി. അവരോഹണമായി ജീവിക്കാതെ ആരോഹണമായി മുന്നോട്ട് പോകൂ. പ്രായവ്യത്യാസം നോക്കാതെ നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെ. അതെ, ദാ ഇപ്പൊ വരും. നമ്മളൊരു വീട്ടിൽ വന്നിരിക്കുക, ഇങ്ങനെയാണോ മുഖം കയറ്റിയിരിക്കുന്നത്? ഇത് കണ്ടാൽ അവരെന്താ വിചാരിക്കുക? ഒന്ന് ചിരിച്ചോണ്ടിരിക്കും മോനെ. രണ്ട് മിനിറ്റ് കൊണ്ടുവരാം, ഇനിയും സമയമുണ്ടല്ലോ. ഇവന്റെ ഒരു കാര്യം. ഒരു കാര്യം പറയട്ടെ, ഞാൻ വീണ്ടും ഇത് പറയാണെന്ന് കരുതി തെറ്റിദ്ധരിക്കരുത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവന്റെ കല്യാണം ഒന്ന് കണ്ടിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പോഴത്തെ പിള്ളേരെ അറിയാലോ, അവൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ വെറുതെ ഒന്ന് തലയനക്കിയാ മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ, അങ്ങനെ ആയിക്കോട്ടെ. മനസ്സിലായല്ലോ? ആയിക്കോട്ടെ. അപ്പം പറഞ്ഞതുപോലെ. ഞാൻ പറഞ്ഞതല്ലേ, വൺസ് ഫിക്സ് ആയി അതിന്ന് മാറില്ലെന്ന്. എന്തിനാ മുഖം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിരിക്കുന്നേ? മതി മതി, ഒന്ന് തല പൊക്കി അങ്ങോട്ടും നോക്കി. ഏട്ടൻ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഏട്ടനോ? ആ, ഇവളെ ഏട്ടൻ തന്നെ കല്യാണം കഴിച്ചോ. ഇത് എന്റെ ചേച്ചിയാ. അർച്ചനെ ഒന്നിവിടെ വരൂ. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളോട് ഒരു ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട്. എന്റെ ഒപ്പം വരൂ. ആക്ച്വലി 6 മാസത്തിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് വെച്ചാ, എന്നാ പിന്നെ ചടങ്ങൊക്കെ തുടങ്ങിക്കോട്ടെ. ആ ചെറുക്കൻ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അയാൾ ചേച്ചിയെ കാണാൻ വന്നതാണെന്നാ ഞങ്ങൾ എല്ലാരും വിചാരിച്ചത്. നമസ്കാരം അങ്കിൾ. ആ, വരൂ വരൂ, ഇരിക്കൂ. ആ, എന്താ മോനെ ഇത്ര പെട്ടെന്ന്? ഒന്നുമില്ല അങ്കിൾ, ഒരു കാര്യത്തിന് വേണ്ടി ടൗണിലേക്ക് വന്നതാ. ഇതുവരെ വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കുടിച്ചോളൂ. സുഖാണ് ആന്റി? നന്നായിരിക്കുന്നു മോനെ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അർച്ചനയും റോജയെയും എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. എന്താ, കൂട്ടിക്കൊണ്ടുപോയിക്കോട്ടെ അങ്കിൾ? 2 ദിവസം കഴിഞ്ഞ് അയച്ചേക്കാം. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ പുറത്തു പോകുന്നൊന്നും ശരിയല്ല മോനെ. കുഴപ്പമില്ല അങ്കിൾ. അതുകൊണ്ടാ മോൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇല്ല, നിങ്ങൾ പറയുന്നതും ശരി തന്നെയാ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ. എന്നാ ശരി ആന്റി. എന്നാ ശരി മോനെ. ശ്രദ്ധിച്ചു പോണേ മോനെ. ആ, സാറേ, പാചകക്കാരൻ സാറിനൊന്ന് കാണാൻ വന്നിട്ടുണ്ട്. ആ, കല്യാണത്തിന് ഇനി 10 ദിവസമേ ഉള്ളൂ. കുറെ പണികൾ ചെയ്തു തീർക്കാനുണ്ട്. ശരി സാറേ.
ഇന്നാ ചെറുക്കനെ കുറിച്ച് പത്രത്തിൽ ഇട്ടിട്ടുണ്ട്, നോക്ക്. അച്ഛാ ചായ. അച്ഛാ ചായ. മോളെ മോളെ എന്താ പറ്റി? അർച്ചന ചേച്ചി, ചേച്ചി എഴുന്നേൽക്ക് ചേച്ചി. ചേച്ചി, ചേച്ചി. മോളെ അർച്ചനെ, ഒന്ന് എണീക്ക് മോളെ, കണ്ണ് തുറക്ക്. എന്താ പറ്റിയത് നിനക്ക്? ചേച്ചി എഴുന്നേൽക്ക് ചേച്ചി. ചേച്ചി എഴുന്നേൽക്ക്. ചേച്ചി ഗെറ്റ് അപ്പ്. എന്റെ മോക്ക് എന്തു പറ്റി? ഇതിനിപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്പസമയത്തിനുള്ളിൽ അവർ ശരിയായിക്കോളും. ശരി ഡോക്ടറെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഡോക്ടറെ, ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകണോ ഇവളെ? ഇതൊരു അസുഖമൊന്നുമല്ല. നിങ്ങളുടെ മകൾ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വല്ലതും കേട്ടാൽ ഇങ്ങനെ സംഭവിക്കും. പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല. എന്നാ ശരി ശരി, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളുടെ മോളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യവും പറയരുത്. ശരി ഡോക്ടർ. ഒന്നും സംഭവിക്കില്ല, വെറുതെ പേടിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തൊക്കെയായാലും നല്ല കാര്യം തന്നെ സംഭവിച്ചത്. കല്യാണത്തിന് മുമ്പേ മനസ്സിലായല്ലോ. ദാ ഹോർലിക്സ് കഴിക്ക. കുടിക്കുമോളെ. അതേ ദിവസം അതേ മുഹൂർത്തത്തിൽ മോളുടെ കല്യാണം നടന്നിരിക്കും. ചെറുക്കൻ്റെ പേര് മനോഹരൻ. എറണാകുളത്താ ജോലി. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. സ്വന്തം ഫ്ലാറ്റും ഉണ്ട്. അച്ഛനും അമ്മയല്ല, മുത്തശ്ശി മാത്രമേ ഉള്ളൂ. നമ്മളുടെ കുടുംബത്തിന് പറ്റിയവനാണെന്ന് നിങ്ങളുടെ അമ്മാവും പറഞ്ഞു. അച്ഛൻ ആരിഷിനെ കുറിച്ച് ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? വിവാഹം പ്രസ്റ്റീജ് ഇഷ്യൂ ഒന്നും അല്ല അച്ഛാ. ആ മുഹൂർത്തത്തിൽ തന്നെ കഴിക്കണമെന്ന് പറയാൻ അമ്മാവൻ നമ്മൾ നല്ലതിന് വേണ്ടിയായിരിക്കും പറഞ്ഞത്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഒന്നും അന്വേഷിക്കാതെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ? അതായത് അച്ഛാ, ആ ഹരീഷ് ഉണ്ടായിരുന്നില്ലേ, അവൻ എത്ര നല്ലവനെ പോലെ നമ്മളോട് ആക്ട് ചെയ്തത്. ഈ പ്രാവശ്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഞാൻ അച്ഛന്റെ തീരുമാനം തെറ്റാണെന്നല്ല പറഞ്ഞത്. പക്ഷെ അച്ഛൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിക്കണം. വീണ്ടും ഒന്നുകൂടി ഇതുപോലെ സംഭവിച്ചാൽ ചേച്ചിക്ക് മാത്രമല്ല നമുക്കത് സഹിക്കാനാവില്ല. ഞാൻ കൊച്ചിയിലേക്ക് ലച്ച് പോകുന്നത് അച്ഛൻ പറഞ്ഞ ചെറുക്കാൻ എങ്ങനത്തെ ആളാന്ന് ഞാൻ തന്നെ ഫോളോ ചെയ്ത് അച്ഛനോട് പറയാം. അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അച്ഛാ. ദയവേത് അച്ഛൻ ഈ കാര്യം ഒന്ന് ആലോചിക്കണം പ്ലീസ്. ശരി. അച്ഛനെ ഞാൻ എളുപ്പത്തിൽ സമ്മതിപ്പിച്ചു. പക്ഷെ ചേച്ചിയെ ആ ഫ്ലാറ്റിലേക്ക് വരുത്താൻ പിന്നെ ആ ബാൽക്കണിയിൽ നിർത്താനൊക്കെ ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂടെയുള്ള മുത്തശ്ശി ഏതാ? ഓ, ആ മുത്തശ്ശിയോ? അർച്ചനെ. എന്റെ അമ്മേ, നീ ഭയങ്കരയാണല്ലോടി. ചേച്ചി, ദാ സാറ് വിളിക്കുന്നുണ്ട്. ആ ഒരു മിനിറ്റ്, ദാ വരുന്നു. വരൂ ഏട്ടാ.
എനിക്ക് പെണ്ണിന് ഭയങ്കര ഇഷ്ടമായി. കല്യാണം ഫിക്സ് ചെയ്തു. എന്നാ നമുക്കിനി ബാക്കി കാര്യങ്ങളൊന്ന് ആലോചിച്ചാലോ? നിങ്ങൾ തന്നെ പറയൂ. എന്താടാ കാര്യം പറ. അതൊക്കെ എന്തിനാ മുത്തശ്ശി? എനിക്ക് പെണ്ണിന് ഇഷ്ടമായിന്ന് പറഞ്ഞില്ലേ? ആദ്യം കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിക്കാൻ നോക്ക്. പെട്ടെന്ന് തന്നെ നല്ല മുഹൂർത്തം കുറിക്കു ജോത്സ്യരെ. അവന് പെട്ടെന്ന് കല്യാണം കഴിക്കണത്രേ. ഈ മാച്ച് ഫിക്സിനെ കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ചേച്ചി. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തേട്ടാ കാണണെന്ന് പറഞ്ഞോ? എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് പറയൂ ഏട്ടാ. രേവതി, രവി വളരെ നല്ലവനാ. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? നീ എന്ന് വെച്ച അവന് ജീവനാ. അവനെ കല്യാണം കഴിക്കാൻ നിനക്ക് വല്ല പ്രയാസമുണ്ടോ? നീ ഒന്ന് ശരിക്കും ആലോചിക്ക് രേവതി. പ്രയാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഏട്ടാ. അനാഥ ശവങ്ങൾ അടക്കം ചെയ്ത അദ്ദേഹത്തിന് നല്ല മനസ്സ്. മറ്റുള്ളവരുടെ വിഷമം സ്വന്തം വിഷമായിട്ട് കരുതുന്ന അദ്ദേഹത്തിന്റെ മനസ്സ്. സുഹൃത്തിന്റെ സ്നേഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗം. ഇങ്ങനെ എല്ലാ നല്ല ക്യാരക്ടേഴ്സും ഉള്ള ഒരാൾ എന്നെ ജീവിതത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റും ഏട്ടാ? പിന്നെ ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ചാ അദ്ദേഹം വെള്ളം അടിക്കി നിർത്തണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്ലാൻ ഇട്ടത്. അങ്ങനെ ഒന്ന് നോക്കല്ലേ ഏട്ടാ? എത്രയും പെട്ടെന്ന് എനിക്ക് എൻഗേജ്മെന്റ് കഴിയും. ഓക്കെ അല്ലേ? അത് ശരി. രവി ഇപ്പൊ എവിടെയുണ്ട്? ആവശ്യമില്ലാതെ ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ നെക്സ്റ്റ് അവിടേക്കാ പോകാൻ പോകുന്നേ. ഓക്കെ അല്ലേ? എന്നാ ബൈ. ചേട്ടായി ഏത് പഠിക്കാൻ പോണേ? ഇവിടം വരെ മെഡിക്കൽ ഷോപ്പിലൊക്കെ. എന്തിനാണ്? ആ വല്യമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനാ. ഹായ് രേവതി. ഹായ് ബേബി. വരൂ ചേച്ചി, വരണം ഹായ് സൽമാൻ. തീർച്ചയായിട്ടും സഹായിക്കാം. ചേച്ചി അകത്തേക്ക് ചെല്ല്. പോട്ടെ. വരൂ, വരണം. നമസ്കാരം. കേറ, അകത്തേക്ക് കേറ. ഇദ്ദേഹമാണ് എന്റെ ഏട്ടൻ. ഇവര് രണ്ടുപേരുടെ പേർ കാണാൻ നല്ല രസമല്ലേ? എന്ത് പറ്റിയേട്ടാ? എന്താ നോക്കുന്നേ? രേവതി, രവിയെ കാണുന്നില്ലല്ലോ. അതിനു മുമ്പ് ഏട്ടൻ പോയി സ്വീറ്റ് മേടിച്ചോണ്ട് വാ. പൊക്കോളൂ, പോയി മേടിക്കേട്ടാ. ചേച്ചി മാത്രം തനിച്ചിരിക്കുന്നേ, പൊക്കോ. അല്ല, നീ എന്താ എൻഗേജ്മെന്റ് വരാഞ്ഞത്? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവിടെ ഒരുപാട് ജോലി ഉള്ളത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ലടി. നിങ്ങൾ ഇരുന്ന് സംസാരിക്കുക, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ആ ശരിയമ്മേ. രവി ഇങ്ങോട്ട് വന്നത് മുതൽ നിന്നെ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ. നീ ഒരു സത്യം പറയോ? രവിയെ കുറിച്ച് നിന്റെ ഒപ്പീനിയൻ എന്താ? കല്യാണം തന്നെ ആഗ്രഹമില്ലാത്ത എനിക്ക് രവിയെ പോലുള്ള ഒരാളെ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ഞാൻ കിട്ടിയനെ. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാ അദ്ദേഹം. സൂപ്പർ. അല്ല, രവി എവിടെയാ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മാഡം, രവിക്ക് ആക്സിഡന്റ് പറ്റി. ഒറ്റോടത്തിനും ഞാൻ വെറുതെ വിടില്ല. ലോറി കയറ്റി ഞാൻ കൊല്ലും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോ.
ഹോപ്പ്ലെസ് മണ്ണ്. അവസാനമായി ഒന്ന് കണ്ടോളൂ. അവിടെ നിൽക്കൂ, ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. ദയവ് ചെയ്ത് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക. രവി, രവി എഴുന്നേൽക്ക് രവി. രവി, I love you രവി. രവി, get up. രവി, രവി എഴുന്നേൽക്ക് രവി. പ്ലീസ് രവി, എന്നെ വിട്ടിട്ട് പോവരുത് രവി. രവി പ്ലീസ്, രവി പ്ലീസ്. Ravi, please get up. Ravi, please get up. I'm sorry. Ravi, I love you. എന്താണ്? നീ മാത്രമേ എന്നെ ടെസ്റ്റ് ചെയ്യുള്ളൂ? എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞല്ലേ? ഇനി ലേറ്റ് ആക്കരുത്. രേവതി ഒപ്പിച്ച പണി രവിക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് നിങ്ങളുടെ സംശയം അല്ലേ? ആവശ്യമില്ലാതെ ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ നെക്സ്റ്റ് അവിടേക്കാ പോകാൻ പോകുന്നേ. ഓക്കെ അല്ലേ? എന്നാ ബൈ. അവിടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ശരി, എൻ്റെ അടുത്ത് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഇതാണ് കഥയുടെ ക്ലൈമാക്സ്.